തുടങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പലരും ചെയ്യാത്ത ഒരു റെസിപ്പിയാണ് കർക്കിടകപ്പാല്. ഏറ്റവും ആരോഗ്യമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ കർക്കിടകപ്പാല്. 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് ഇത് ഉരുക്കിയെടുക്കാം. 1 കപ്പ് ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം ചിരകുമ്പോൾ ബാക്കിലുള്ള കറുത്ത ഭാഗം ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ചിരകാനായിട്ട്. 4 ഏലക്ക. ഏലക്ക പൊടി ചേർക്കരുത്, ഏലക്ക ഫ്രഷ് ആയിട്ട് തന്നെ ചേർക്കണം. 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടേബിൾ സ്പൂൺ പച്ചരി, 6-7 കാഷ്യൂ. ഇത് രണ്ടും കൂടി കഴുകി 1 മണിക്കൂർ കുതിർത്തി വെക്കണം. 1 മണിക്കൂർ കുതിർത്തി വെച്ചതാണ് രണ്ടും. ഇതിന്റെ വെള്ളം കളഞ്ഞു കൊണ്ടുവരാം. നാളികേരത്തിന്റെ കൂടെ അരിയും കാഷ്യും ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരണം. ശർക്കരയും നമ്മൾ ഉരുക്കിയെടുത്തു, തണുക്കാനായിട്ട് മാറ്റി വെക്കും. അരച്ചെടുത്ത നാളികേരത്തിന്റെ പേസ്റ്റ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. 1-ാം പാല് 2-ാം പാലൊന്നും ഇല്ല കേട്ടോ, ഒരുമിച്ച് അങ്ങോട്ട് പാലാക്കി എടുത്താൽ മതി. പാല് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചണ്ടിയായി ഇരിക്കൂട്ട. അതിലേക്ക് 1/4 കപ്പ് കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി പാലെടുക്കണം. ജാറ് കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്തേക്കണം. ഇത്രയ്ക്ക് ചണ്ടിയാക്കി എടുക്കണം പാല്. തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കര ചേർക്കണ്ട്. ശർക്കര ചേർക്കുമ്പോൾ നല്ലോണം തണുത്തുണ്ടാവണം കേട്ടോ, ചൂടോടുകൂടി ചേർക്കല്ലേ. എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ പാല് ചേർക്കണേ. പാലിഞ്ഞി ഒന്ന് വറ്റിച്ചെടുക്കണം. പച്ചരിയൊക്കെ അരച്ച കാരണം അങ്ങനെ കുടിക്കാൻ പറ്റില്ല, പച്ചരിയുടെ ഒക്കെ പച്ച സ്വാദ് വരും. വറ്റിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ പാല് ഉപയോഗിക്കാനായിട്ട്. കൈ വിടാണ്ട് ഒന്ന് തിളയ്ക്കണ വരെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ പച്ചരി തന്നെ അടിയിൽ പിടിക്കും. 1 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചു വിട്ടാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് വേറെ ബൗളിലേക്ക് മാറ്റാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊക്കെ ഈ പാലുണ്ടാക്കുമ്പോൾ സ്വാദിന് വേണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എല്ലാവരും ചേർക്കാറുണ്ട്. ശരിക്കും ഇത് പണ്ടുള്ളവർ ചെയ്യണത് നെയ്യിൽ നാളികേരക്കൊത്താണ് വറുത്തിടുക. നിങ്ങൾക്ക് നാളികേരക്കൊത്ത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിട്ടോ. അല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കുടിക്കാം. അതുപോലെ ഇത് കുടിക്കേണ്ട അടുപ്പിച്ച് 2 ദിവസം കുടിക്കരുത്. ഈ ആഴ്ച കുടിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ച ഒഴിവാക്കുക, അതിന്റെ പിറ്റത്തെ ആഴ്ച കുടിക്കുക. അങ്ങനെ 2 പ്രാവശ്യമാണ് കർക്കിടകത്തിൽ ഇത് കുടിക്കുക. നാളികേരം വറുത്ത് കിട്ടി പാലിലേക്ക് ചേർത്തോളും. ഈ കർക്കിടകത്തിൽ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.